നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏർപ്പാട് മാത്രമാണെന്നാണ് ആദ്യ ദിവസങ്ങളിൽ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അതിൽ ദേവസ്വം ബോർഡിലെ തന്നെ പ്രധാനികൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന ആക്ഷേപം പിന്നാലെ പുറത്തു വന്നു. ഇന്നിപ്പോൾ സർക്കാർ നിയോഗിച്ച SIT തന്നെ കണ്ടെത്തുന്നു 2019 ദേവസ്വം ബോർഡിന് അവിടെ നടന്ന ദുരൂഹ ഇടപാടുകളിൽ പങ്കാളിത്തമുണ്ട്. അവരെ പ്രതി ചേർത്തിരിക്കുന്നു SIT. പ്രത്യേകിച്ച് അവരുടെയും പേരൊന്നുമില്ലെങ്കിലും ദേവസ്വം ബോർഡിന് പങ്കാളിത്തമുണ്ട് എന്ന് സർക്കാരിന്റെ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തുന്നു എന്ന് വന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഉദ്യോഗസ്ഥരുടെ ഏർപ്പാടല്ല, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഫ്രോഡിന്റെ ഏർപ്പാട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പ്രധാന കേന്ദ്രങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ശബരിമലയിലെ ഈ തട്ടിപ്പുകളെല്ലാം നടന്നത് എന്നാണ്. എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇനി ആരൊക്കെ ഏൽക്കണം, ആരൊക്കെ പറയണം? കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തെറ്റാര് ചെയ്താലും ശിക്ഷിക്കും. എന്നാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിമാർക്സോ അല്ലെങ്കിൽ അന്വേഷണ വിവരങ്ങളോ ഒന്നും ഇപ്പോൾ വന്നിട്ടില്ലല്ലോ എന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്നു. 2019 ദേവസ്വം ബോർഡിന് പങ്കാളിത്തമുണ്ട് എന്ന് സംശയിക്കുകയും അവരെ പ്രതി ചേർക്കുകയും ചെയ്യുകയാണ് അന്വേഷണ സംഘം. അപ്പോൾ ആ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ ഉന്നതന്മാരുടെ പാർട്ടി അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാവില്ലേ? അവരെ അവിടെ നിയോഗിച്ച സർക്കാരിന് ആ കാര്യത്തിൽ ഉത്തരം പറയാനുള്ള സവിശേഷ ബാധ്യത കൈവന്നിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇനി അത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവ്, ഉദ്യോഗസ്ഥരെ മാത്രം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശിക്ഷിച്ചാൽ മതി എന്ന നെറേറ്റീവിന് ഇനി നിൽക്കക്കളി ഉണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുൻപിൽ ഉള്ളത്. എന്ന് മാത്രവുമല്ല, 2025 ഒരിക്കൽ കൂടി തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം വിളക്കാനും പതിക്കാനുമുള്ള കരാർ കൊടുക്കുകയും അയാളെ അത് കൊടുത്തയക്കുകയും ചെയ്യുന്നു. രണ്ടാം തവണയും ദേവസ്വം ബോർഡ്. കാണേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാ തട്ടിപ്പുകൾക്ക് ഒരു അന്ത്യമുണ്ടാകുമായിരുന്നോ, അന്വേഷണം ഉണ്ടാകുമായിരുന്നോ, അത് പുറം ലോകം അറിയുമായിരുന്നോ? അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഈ സർക്കാരിന്, CPIM എന്ന ഭരണ പാർട്ടിക്ക് മാറി നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്ന ദിവസം ഇതാ എത്തിയിരിക്കുകയാണ്. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീ നിതിൻ കണിച്ചേരി CPIM-ൽ നിന്ന്, ശ്രീ VR അനൂപ് കോൺഗ്രസ് നേതാവ്, ശ്രീ ദാമോദർ പ്രസാദ് നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ നിതിൻ കണിച്ചേരി, 2019 ദേവസ്വം ബോർഡിന് പങ്കാളിത്തമുണ്ട് എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയാൽ അതിന് മറുപടി പറയേണ്ടത് സർക്കാരല്ലേ? ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘം കൃത്യമായി തന്നെ അന്വേഷിക്കുകയും എന്താണോ ഉണ്ടായിട്ടുള്ളത് ആ വസ്തുതകളെല്ലാം പുറത്തു വരികയും ചെയ്യും. ഈ സമയത്ത് ഇതിന് മറുപടി പറയേണ്ടത് CPIM ആണ് അല്ലെങ്കിൽ സർക്കാരാണ് എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല. ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഏത് നിലയിലായാലും അവിടെ ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് പോയിട്ട് അവിടെ നിന്ന് ഏത് വസ്തു അല്ലെങ്കിൽ ഏത് നിലയിലാണ് അവിടെ ഉണ്ടായിട്ടുള്ള മോഷണമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ തീവട്ടിക്കൊള്ള നടന്നതുപോലെയുള്ള ഏത് സംഭവം, ഇതിൽ ആരൊക്കെയാണോ ഉത്തരവാദികൾ, ആ ഉത്തരവാദികൾ ഒരാളെയും ഈ സർക്കാർ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല, ദേവസ്വം ബോർഡ് സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല. 2019 2025 ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ വിവാദമായ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീം ദേവസ്വം ബോർഡിന്റെ കൂടി ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു വരികയാണ്. അത് അന്വേഷിച്ച അന്വേഷണം പൂർത്തിയാകുന്നത് അല്ലെങ്കിൽ പൂർത്തിയായി അതിൽ കുറ്റക്കാരാര് എന്ന് കാണുന്നത് വരെ മറ്റേതെങ്കിലും ഒരു നിലപാടിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്ന് തോന്നുന്നില്ല. ഇവിടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നത് ആരൊക്കെയാണ്? ഇപ്പോ ഇതിനോടകം തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. ദേവസ്വം ബോർഡ് നിശ്ചയിക്കാത്ത കാര്യങ്ങൾ പോലും ദേവസ്വം ബോർഡ് നിശ്ചയിച്ചു എന്ന രൂപത്തിൽ ഉത്തരവിടുകയും ആ ഉത്തരവുകൾ വഴി ഇത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുകയും എല്ലാം ചെയ്യുന്നതിന് ഉത്സവ പ്രവർത്തികൾക്ക് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരിൽ ചില ആളുകൾ റിട്ടയർഡ് ചെയ്തു പോയി, ചിലവർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മുരാരി ബാബു എന്ന് പറയുന്ന ആളും ജയശ്രീ എന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥയും അതുപോലെ തന്നെ ബൈജു തുടങ്ങിയിട്ടുള്ള ആളുകളുമെല്ലാം ഈ കേസിൽ ഇതിനോടകം തന്നെ ഇപ്പോ വസ്തുതകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവരെല്ലാം ആരാണ്? മുരാരി ബാബു എന്ന് പറയുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാവും അതിനുശേഷം റിട്ടയർ ചെയ്തതിനു ശേഷം കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയനായ INTUC-യുടെ നിലവിൽ ആലപ്പുഴയുടെ ജില്ലാ ഭാരവാഹിയുമാണ്. ഇതൊന്നും വസ്തുതകളായി പരിഗണിക്കാതെ രാഷ്ട്രീയമായി ഇതിൽ CPM-ന് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഏതോ നിലയിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും BJP-യുടെയും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്ന അല്ലെങ്കിൽ ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ട് മുമ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ്.
ആ സ്വർണ്ണപ്പീഠം പിന്നീട് കണ്ടെടുത്തത് എവിടെ നിന്നാ? കണ്ടെടുത്തത് ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. കോൺഗ്രസിന്റെയും BJP-യുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മിഴിവ് ഇടിച്ചു കാട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണം കൊണ്ടുവന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ എന്തായിരുന്നു അവിടെ ശബരിമലയിൽ അയാൾ ഇത്രയും ശക്തനായ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളായി മാറിയത് എങ്ങനെയാ? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനോടകം ചിത്രങ്ങളെല്ലാം പുറത്തു വന്നതാണല്ലോ. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നത് കോൺഗ്രസിന്റെ ഭരണനേതൃത്വമായിരുന്നു. 2007 പത്മകുമാർ പറയുന്നതനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ഇടപാടുകൾ നടന്നു എന്ന് പറയുന്നത് 2019 2025 ആര് ഭരിക്കുന്ന കാലത്താണ് ഇത് മൂന്നും എന്നത് കാണണമല്ലോ. ഇനി മുരാരി ബാബു കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനാ പ്രവർത്തകനാണ് എന്ന് വരിക. മുരാരി ബാബുവിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വരുന്നു. ആ ആക്ഷേപത്തിന്മേൽ വിജിലൻസ് ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഒന്നും ഉണ്ടായില്ലല്ലോ, പ്രൊമോഷൻ കിട്ടുകയാണ് ചെയ്തത്. അപ്പം മുരാരി ബാബുവിന് മുകളിൽ ആളുണ്ടല്ലോ. ആ മുകളിലുള്ള ആളുകൾക്ക് മുമ്പിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപം മുൻപും വന്നിട്ടുണ്ടെന്നാണ് ഏറ്റുമാനൂരിലെ സംഭവം തെളിയിക്കുന്നത്. പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല. അദ്ദേഹം പിന്നീട് റിവാർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്ന മട്ടിൽ പ്രൊമോഷൻ പോലും കിട്ടി. അപ്പോൾ മുരാരി ബാബു മാത്രമല്ല, മുരാരി ബാബുവിന് മുകളിലിരിക്കുന്ന പ്രധാനികളായ ആളുകളുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് തോന്നുകൊണ്ടാണല്ലോ SIT ഈ 2019 ബോർഡിനെ ആകെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഉത്തരം പറയണം. ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായി വിജയൻ പറയുകയാണ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്നും ഉയർന്നു വന്നിട്ടില്ല, ബോർഡുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ ബോർഡ് വരുന്നത് ഗൗരവമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞത് ഉദ്യോഗസ്ഥർ പോറ്റി എന്ന മട്ടിലാണ്. പക്ഷേ ഇപ്പം ബോർഡ് വന്നിരിക്കുന്നു. ബോർഡ് വരുമ്പോൾ ആ ബോർഡിന്റെ രാഷ്ട്രീയ മേലാളന്മാരായ പാർട്ടിക്കും സർക്കാരിനും ഉത്തരവാദിത്വം പറയേണ്ടി വരില്ലേ? അതല്ലേ അതിന്റെ സാമാന്യയുക്തി? അല്ല, ദേവസ്വം ബോർഡ് എടുക്കുന്ന ഏത് തീരുമാനവും ആ ബോർഡിന്റെ തീരുമാനമെല്ലാം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഏതെങ്കിലും ഒരു ബോർഡ് വന്നാൽ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ മാറ്റുന്ന ചരിത്രം നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനെ മാറ്റാൻ കഴിയുമോ? ദേവസ്വം ബോർഡ് രാഷ്ട്രീയമായി ഒരുപക്ഷെ ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വരുന്ന ആളുകൾക്ക് മാറ്റമുണ്ടാകാം. അങ്ങനെ മാറ്റമുണ്ടായാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും മാറ്റുന്ന രീതി നമുക്കുണ്ടോ? അല്ലെങ്കിൽ അതിന് കഴിയുമോ? അങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസിന്റെ അനുകൂലമായി നിന്നിരുന്ന ഈ തീവട്ടി കൊള്ളകൾക്കെല്ലാം ഒരുപാട് കാലം നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ 2019 ബോർഡിന്റെ കാലത്തും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ താല്പര്യം നടപ്പിലാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ ജനം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും നിലക്കുള്ള ഇതിന്റെ കസ്റ്റോഡിയനായും കാവൽക്കാരനായും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സംഘത്തെയാണെന്നാണ്. 2019 കളവ് നടക്കുന്നു, അതേ സംഘത്തിന് 2025 പാളി കൊടുത്തു വിടുകയാണ് നിങ്ങൾ. മുരാരി ബാബുവിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ നടപടി എവിടെ ഉണ്ടാവുന്നില്ല, അദ്ദേഹം പിന്നെയും സംരക്ഷിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല ഈ സംരക്ഷണം എന്ന് മനസ്സിലാക്കുക. ഈ കേസിൽ പോലും നോക്കൂ, ഹൈക്കോടതി പറയുകയാണ് ഇത് അന്വേഷിക്കേണ്ടി വരും, കാരണം ഇത് അനുമതിയില്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷമാണല്ലോ ഈ ഭൂകമ്പം മുഴുവൻ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് തുടർന്നും നടന്നേനെ, പത്മകുമാറിന്റെ കാലത്തും ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ കാലത്തുമല്ല. എന്ന് വെച്ചാൽ നിതിൻ കാണിച്ചേരി, നിങ്ങളുടെ സർക്കാരും നിങ്ങൾ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡിനെയും കൊണ്ട് കൂടുന്ന കാര്യമല്ല ശബരിമലയുടെ സ്വത്ത് കാക്കൽ. ആരെങ്കിലും കുറെ പേര് തീരുമാനിച്ചാൽ അവർക്കെല്ലാം അടിച്ചോണ്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളിത് ലൂസാക്കിയിട്ടിരിക്കുകയാണ് എന്ന് സമ്മതിക്കുമോ? വിഷാദേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളന്മാർ ഇങ്ങനെ പല സ്ഥാനങ്ങളിലുണ്ട്. മാധ്യമങ്ങളിലുണ്ട്, സർക്കാരിലുണ്ട്, പോലീസിലുണ്ട്, ഇവിടെ എല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നാട്ടിൽ വിജിലൻസും കോടതിയും അന്വേഷണവും എല്ലാം ഉള്ളത്. അല്ലാതെ ഇടതുപക്ഷം വന്നാൽ ഇതെല്ലാം അങ്ങ് മാറും, ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അങ്ങ് നേരാകും, ദേവസ്വം ബോർഡിൽ എല്ലാവരും അങ്ങ് മാറും എന്നൊന്നും കരുതണ്ട. ഇവരെല്ലാം ഉണ്ട്. ഇത്തരം കള്ളന്മാരും അഴിമതിക്കാരും എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ കീടാണുക്കൾ പോലെ ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ പോലീസും വിജിലൻസും കോടതിയും അന്വേഷണങ്ങളും എല്ലാം. അല്പസമയം മുൻപ് താങ്കൾ സംസാരിക്കുമ്പോൾ മുരാരി ബാബുവിന്റെ പാതകത്തെ കുറിച്ച് പറയാണ്. മുരാരി ബാബുവിന്റെ പാതകത്തെ കുറിച്ച് പറയുന്ന താങ്കൾ മുരാരി ബാബുവിന്റെ രാഷ്ട്രീയവും കൂടി വളരെ കൃത്യമായി ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളിലേക്ക് ഉത്തരവാദിത്വം വരുന്ന ഘട്ടത്തിൽ അല്ല ഞാൻ പറയുന്നത് മുരാരി ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ മുരാരി ബാബുവിനെ കേവല ഉദ്യോഗസ്ഥനായിട്ടല്ലോ താങ്കൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ നേതാവ് എന്ന മട്ടിലാണ്. എന്നാൽ നിങ്ങളിലേക്ക് ആരോപണം വരുമ്പോൾ ഇത് വേറെ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തം എടുക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾ ആൻസറബിൾ ആവുന്ന സമയത്ത് നിങ്ങളുടെ രാഷ്ട്രീയവും സംസാരിക്കണം. മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, മുരാരി ബാബുമാർക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് സ്വത്തടിച്ചു കൊണ്ടുപോകാൻ കഴിയും വിധത്തിൽ ജാഗ്രതാരഹിതരായ ഒരു സംവിധാനം, അതിനെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. CPM ഭരിക്കുമ്പോൾ ശബരിമലയിൽ ഇതൊക്കെ നടക്കും. അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാലാകാലമായി ഈ രാജ്യത്ത് അങ്ങ് ഈ കായംകുളം കൊച്ചിയുടെ കാലം മുതൽ കേരളത്തിൽ കള്ളന്മാരുണ്ട്, അതുകൊണ്ട് ഇവിടെയും അടിച്ചുകൊണ്ട് പോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഈ വാചകം പറയാനാണെങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനാ ഏൽപ്പിച്ചിരിക്കുന്നത്? നിഷാദേ,
നിഷാദ് അങ്ങനെ വേവലാതിപ്പെടണ്ടെന്നേ. നിഷാദ് അത്ര വേവലാതിപ്പെടണ്ട. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്താണല്ലോ ഈ അന്വേഷണം ഉണ്ടാകുന്നത്. അത് ഹൈക്കോടതി പറഞ്ഞിട്ടല്ലേ കോമ്രേഡ്, അത് ഹൈക്കോടതി പറഞ്ഞിട്ടല്ലേ കോമ്രേഡ് അന്വേഷിക്കുന്നത്, നിങ്ങൾ കണ്ടുപിടിച്ചതാണ്. നിഷാദെ നമ്മുടെ നാട്ടിൽ ഈ ഏത് സർക്കാരുകൾ ഉണ്ടായാലും ഇത്തരം അഴിമതിക്കാരും കൊള്ളക്കാരും എല്ലാം ഉണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നാട്ടിൽ വിജിലൻസും പോലീസും എല്ലാം ഉള്ളത്. ഈ അന്വേഷണത്തിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. എപ്പോ അന്വേഷണം നടത്തി കുറ്റക്കാരാകുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്താൽ, അങ്ങനെ നിലപാടെടുത്തിരുന്നു കേരളത്തിൽ UDF-ന്റെ കാലത്ത്. നിങ്ങളും UDF-ഉം തമ്മിലുള്ള തർക്കമാക്കല്ലേ, അത് വേറെ രണ്ടാമത്തെ കാര്യമാണ്. അത് ഞാൻ അപ്പുറത്തെ പാനലിലേക്ക് പോകുമ്പോ ഇത് നിങ്ങളും UDF-ന്റെ കാലത്ത് വാട്ടർ ബോട്ടിൽ പറയാൻ പാടില്ല. UDF-ന്റെ കാലമല്ല ഇത്, നിങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മോദി നെഹ്റുവിനെ പറയുന്ന പോലെ പറയല്ലേ, അത് വേറെ കാര്യം. UDF-ന്റെ കാലത്തുള്ള പിഴവുകളെല്ലാം സമസ്ത മേഖലകളിലേക്കും പരിഹരിക്കാമെന്ന ഭരണകൂടമാണ് മൂന്നാം ടൈം ചോദിക്കുന്നത്. ഇപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, അന്വേഷിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് എന്ന കാര്യം നിതിൻ ഗഡ്കരി പ്രത്യേകമായി കാണണം. എന്ന് മാത്രവുമല്ല, എല്ലാ കാലത്തും കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ കള്ളന്മാരെയും കൊള്ളക്കാരെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, അല്ല ഞാൻ ഒന്ന് പറയട്ടെ, കള്ളന്മാരെയും കൊള്ളക്കാരെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മുടെ SIT ഇതാ ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് ദേവസ്വം ബോർഡിനെയാണ്. ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്. ആ ദേവസ്വം ബോർഡിന് തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ ആരാണ്? നിങ്ങളുടെ ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക? നിഷാദെ, അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ ആരും ഈ ഹൈക്കോടതി തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞതും സർക്കാർ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ലല്ലോ പറഞ്ഞത്. മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്നല്ലല്ലോ ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞത് കേരളത്തിലെ ഈ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന പോലീസ് തന്നെ അന്വേഷിക്കണമെന്നല്ലേ. ആ SIT-യുടെ അന്വേഷണ റിസൾട്ട് പുറത്തു വരട്ടെ, ഫലം പുറത്തു വന്നോട്ടെ. നിങ്ങൾ പറയുന്നത് വസ്തുതാപരമായിട്ട് അംഗീകരിക്കാം. എപ്പോ അങ്ങനെ അന്വേഷണം പുറത്തു വന്ന് ഏതെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ എടുത്താലല്ലേ നിങ്ങൾ സർക്കാരിനെതിരായി പറയേണ്ടത്. അങ്ങനെ ഒരു നിലപാട് അങ്ങനെ മാത്രവുമല്ല എന്റെ കൺസേൺ വേറൊന്നും കൂടി, ഒരു കൺസേൺ കൂടി ഞാൻ പങ്കുവെക്കട്ടെ, ഒരു കാര്യം കൂടി ഞാൻ ഒരു പോയിന്റ് കൂടി ഞാൻ പങ്കുവെക്കുന്നു. നിതിൻ, ഹൈക്കോടതിയുടെ മുമ്പിൽ വരുന്നു. ഹൈക്കോടതി നിങ്ങൾ പ്രോപ്പർ നടപടികളൊന്നും പാലിക്കാതെ സ്വർണം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അന്വേഷിക്കണം ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 തുടങ്ങിയ കളി ഇപ്പോഴും തുടരില്ലായിരുന്നോ? ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിലെ സർവ്വതും അടിച്ചോണ്ട് പോവില്ലായിരുന്നോ ഈ സർക്കാരിന്റെ കീഴിൽ, ഈ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ കീഴിൽ? ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമോ? നിഷാദേ, ഞാൻ ഈ കേരളത്തിനകത്ത് ഇതിനു മുമ്പും പല സർക്കാരുകൾ ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അഴിമതികൾ ശബരിമലയിൽ നടന്നിരുന്നു. അന്ന് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ഈ കേരളത്തിൽ എടുത്തിരുന്നു. VS-ന്റെ കാലത്താണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ ശബരിമലയുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനായി വരുന്നത്. നിഷാദ്, ആ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചുകൊണ്ട്, അറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല, മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന വലിയ അഴിമതികൾക്ക് ഒരു വലിയ തടയിട്ടത് ആ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നതിന് ശേഷമാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിഷാദ് പറയുമോ ഹൈക്കോടതിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന്? ശബരിമലയിൽ പ്രത്യേക കമ്മീഷണറുണ്ട്. ദേവസ്വം ബോർഡിന്റെ മുകളിലായി, അല്ലെങ്കിൽ ശബരിമലയിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചുണ്ട്, കമ്മീഷണറുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഹൈക്കോടതിക്കും ഇതിൽ പങ്കുണ്ട് എന്ന്? ഈ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ ഈ കൊള്ളയിൽ പങ്കുവന്ന ആരെയെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാരോ ദേവസ്വം ബോർഡോ എടുക്കുമ്പോഴല്ലേ നിങ്ങൾ സർക്കാരിനെതിരായി പറയേണ്ടത്? ഇവിടെ അത് ഉണ്ടാവില്ല എന്ന് സർക്കാർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് മുന്നനുഭവങ്ങൾ ഉണ്ട്. എന്താണ് മുന്നനുഭവം? നേരത്തെ വിജിലൻസ് അന്വേഷണത്തിൽ കേസിൽ പ്രതിയായിരുന്ന ആളെ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററായി വെച്ചിരുന്ന അവസരം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോഴില്ല. ആരായാലും അവരെ ശിക്ഷിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതിൽ ഊന്നു എന്നാണ് ഞാൻ എടുക്കുന്നു. VR അനൂപ് അത് കേൾക്കൂ. അതായത് ഈ കേസിൽ ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലയെടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല, നോക്കൂ, ഇപ്പൊ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഈ അന്വേഷണം ഇത്ര ലിമിറ്റ് ചെയ്യണം, ഇന്ന ആളുകളെ തൊടേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം SIT-ക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെ പ്രതി ചേർക്കുമോ? ഇല്ല. അപ്പോൾ സ്വതന്ത്രമായി അന്വേഷിക്കൂ. ആരെയാണോ നിങ്ങളുടെ മുന്നിൽപ്പെടുന്നത് അവരെയൊക്കെ നിങ്ങൾ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നോളൂ എന്ന സ്വതന്ത്ര നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പോലും വന്നത്. ആരെയും സംരക്ഷിക്കില്ല എന്ന വാക്കിനെ നമുക്ക് ഈ സംഭവത്തെ മുൻനിർത്തി വിശ്വസിച്ചുകൂടെ? ഇതിനകത്ത് അനൂപ്
നിഷാദെ, ഇവിടെ CPM-ന്റെ പ്രതിനിധി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? അദ്ദേഹം ചോദിക്കുക, എന്തിന് ശബരിമലയിലെ കാര്യങ്ങൾക്ക് CPM മറുപടി പറയണം? എങ്ങനെ ചോദിക്കാൻ കഴിയുന്നു എന്നാണ്. ഇവിടെ ഒരു കാര്യം ശരിയാണ്, CPM ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ള പാർട്ടിയാണ്. CPM ഭരിക്കുന്ന കാലത്ത് പോലീസുകാർ അതിക്രമം കാണിച്ചാൽ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഫോറസ്റ്റുകാർ അതിക്രമം കാണിച്ച ഫോറസ്റ്റിൻ്റെ ഉത്തരവാദിത്വം, എക്സൈസ് കാണിച്ചാൽ എക്സൈസിൻ്റെ ഉത്തരവാദിത്വം. ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥ ഭരണമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നേ. എന്തിനാണ് ഈ മന്ത്രിമാർ സ്റ്റേറ്റുകാരിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണ് ശബരിമലയിൽ നടക്കുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ ഇല്ല എന്ന് സമ്മതിക്കണ്ടേ? ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കുകയല്ലേ? ശബരിമലയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാലോ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലോ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. കൃത്യമായി ഭരണത്തിൻ്റെ പരിരക്ഷണം, തണൽ, സംരക്ഷണം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. FIR ഇട്ടത് ആർക്കെതിരെയാ? FIR ഇട്ടത് ഈ ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാ. ഇപ്പൊ ഈ മുരാരി ബാബുവിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. ഈ പത്മകുമാർ ആരാ? CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ, CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആൾ. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നപ്പോൾ ഞാനത് ഈ പറയുന്ന ആരെയും പുറത്തുനിന്ന് വിളിക്കാൻ പോയില്ല, എൻ്റെ മകനെ വിളിച്ചങ്ങ് ഏൽപ്പിച്ചു എന്ന്. സ്വന്തം കുടുംബക്ഷേത്രത്തിൽ ഒരു കുടുംബ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന പോലെ ശബരിമല കൈകാര്യം ചെയ്ത ആളുടെ പേര് പത്മകുമാർ എന്നാ, CPM-കാരനാ. ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഇവിടെ വന്ന് ഇമാതിരി മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ CPM ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല. പത്മകുമാർ CPM-കാരനല്ലേ? ഇവിടെ പത്മകുമാറിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM-കാർ പോലും വരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എന്താ? എൻ്റെ കാലത്ത് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? പത്മകുമാറിന്റെ കാലത്ത് സംഭവിച്ചു എന്നാ. പിന്നെ പറയുന്നു ഈ ആളുകളെയൊക്കെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന് നടന്ന്. കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ആളുകളെ അവിടെ സംരക്ഷിച്ചിരുത്തേണ്ട ബാധ്യത എന്താണ്? ഇവരെന്ത് കുറ്റകൃത്യം നടന്നാലും പറയുന്നത് കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കാനാണോ ഇവർ ഈ സർക്കാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇവിടെ സമ്പൂർണ്ണമായ വീഴ്ച സംഭവിച്ചിരിക്കണം. എന്ന് മാത്രമല്ല നിഷാദെ, ഇന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ED ഇതിനകത്ത് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിനെ അടക്കം സംരക്ഷിക്കാനാണ് ED ഒക്കെ ചെയ്യുന്നത്. എന്താ? ഇത് ഉപയോഗപ്പെടുത്തി പിണറായി വിജയനുമായി സംസ്ഥാന സർക്കാരുമായി വിലപേശിയാണ്. ED ഇടപെട്ട ഏത് കേസിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ CPM-നെതിരെ ഒരു അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്? ഈ കാര്യത്തിൽ സംഘപരിവാറിന്റെ മൗനം പ്രധാനപ്പെട്ട ഒന്നല്ലേ? BJP-യുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടായില്ലേ? കോൺഗ്രസ് പ്രതികരിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? BJP-കകത്ത് വലിയ ആഭ്യന്തര കലാപമായിരിക്കുകയാണ്. എന്താ കാരണം? BJP അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കുത്തക, വിശ്വാസികൾ എന്നൊക്കെ 24 മണിക്കൂറും പറയുന്ന ആളുകൾ നിശബ്ദരാണ്. ഇവിടെ ശബരിമലയെ കേന്ദ്രീകരിച്ച് ഒരു CPM സംഘപരിവാർ അൺഹോളി അലയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ശബരിമലയിലെ CPM നടത്തിയ ഈ തീവട്ടിക്കൊള്ളയ്ക്ക് നേരെ കണ്ണടക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് സംഘപരിവാർ എത്തിയിരിക്കുകയാണെന്നേ. പക്ഷെ ഞങ്ങൾ വളരെ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കുകയാണ്. ഇവിടെ CPM ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ദേവാലയം മാത്രമല്ലല്ലോ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിനകത്ത് 2 തരത്തിലാണ് വീഴ്ച. ദേവസ്വം ഭരണത്തിന്റെ വീഴ്ച പ്രാഥമിക. ഇതിനകത്തൊരു കാര്യമുണ്ട്. ദേവസ്വം ഭരണത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് നിങ്ങളുടെ പോയിന്റ് എന്താണ്? ഇപ്പൊ ശരി, കള്ളന്മാരും കൊള്ളക്കാരും എല്ലായിടത്തും ഉണ്ടാകുന്ന നിതിൻ ഗണിച്ചരുടെ വാദം എടുക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അന്വേഷണം പ്രോപ്പർ അല്ലാതിരിക്കുക, പ്രധാനികൾ മുന്നിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നു, കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയുക. ഇവിടെ ദേവസ്വം ബോർഡിൽ തന്നെ പ്രതി ചേർക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതെന്താ നിങ്ങൾ വിശ്വാസം എടുക്കാത്തത്? അല്ല, അതെന്തോ വലിയ കാര്യമില്ല, ഗതികേട് കൊണ്ടാണെന്ന് ഇവരെന്താണ് പറയുന്നത്? ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിലെ ദ്വാരപാലക ശില്പം അവിടെ നിന്ന് അടിച്ചു മാറ്റി സംസ്ഥാനം മുഴുവൻ പ്രദർശനത്തിൽ വെച്ചപ്പോൾ ഇവിടുന്ന് ഒരു ഇന്റലിജൻസ് സംവിധാനം അറിയുന്നുണ്ടോ? ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ ഇത്? വളരെ കൃത്യമായി അവിടെ നിന്ന് ഇത്ര വലിയ സെക്യൂരിറ്റിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്നതെന്ന് മാത്രമല്ല അത് പ്രദർശനത്തിന് വെക്കുകയാണ്. അത് പ്രദർശനത്തിന് വെച്ച് പണം ഉണ്ടാക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ പരാജയമല്ലേ? സുരക്ഷാ ജാഗ്രതയുടെ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. സർക്കാർ വിശദീകരിക്കുന്ന കാര്യമാണ്. അല്ല, നിതിൻ ഗഡ്കരി നോക്കൂ, ഇതിനകത്ത് നമ്മളെക്കാൾ ബന്ധമുള്ളവർ ഉണ്ടല്ലോ അവിടെ, അവർ വലിയ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ, അവർ മറുപടി പറയേണ്ടി വരും എന്ന് പത്മകുമാർ പറയാണ്. പിന്നെ പത്മകുമാർ പറയുന്ന ഒരു കാര്യം, 2007 ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അവതാരങ്ങളെ പ്രതിഷ്ഠിച്ചവർ മറുപടി പറയേണ്ടി വരും. 2007 കാലം നോക്കുമ്പോൾ നിങ്ങളുടെ കാലമാണ്. ബന്ധമുള്ളവർ എന്നൊക്കെ പറയുന്നത് ആരെയാണ്? ഇനി അതിന് മുകളിലുള്ള ഇനി ദേവസ്വം മന്ത്രിയെ വല്ലതും ആണോ? സംശയമാണ്. എന്തായാലും
താൻ മാത്രമല്ല ഉള്ളത്, വേറെയും വലിയ ടീമുകളിനകത്തുണ്ട്, കക്ഷികളുണ്ട് എന്ന സന്ദേശമാണ് പത്മകുമാർ തരുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മുരാരി ബാബുവിൻ്റെ കോൺഗ്രസ് സംഘടനാ ബന്ധത്തിൽ ചാർത്തി നിങ്ങൾക്ക് ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന മട്ടാണ്. അല്ല, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മാത്രം എന്നുള്ള നിലയിലല്ല, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറഞ്ഞല്ലോ, താങ്കൾ അതൊന്നും കേൾക്കാതെ പോയത് കൊണ്ടായിരിക്കാം, അനൂപ് അതൊന്നും കേൾക്കാതെ പോയത് കൊണ്ടായിരിക്കാം. അനൂപെ, താങ്കളുടെ നേതാവായ VS ശിവകുമാറിന്റെ സഹോദരൻ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. 1.5 കോടിയോളം രൂപയ്ക്ക് കിണ്ടിയും പാത്രവും മുരളിയും എല്ലാം കട്ടുകൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അനൂപ് മനസ്സിലാക്കണം. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അജയ് തറയിൽ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ അംഗം ഉണ്ടായിരുന്നു. എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. 10,000-കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിന്റെ, വ്യാജ ബില്ലുണ്ടാക്കിയതിന്റെ എല്ലാം കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇതെല്ലാം ഈ ശബരിമലയിൽ നിന്ന് ചെയ്തതാണ്. എന്തേ അനൂപിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇതൊന്നും കാണാത്തത് കൊണ്ടാണോ? ഇപ്പോ നിങ്ങൾക്ക് രാഷ്ട്രീയമായി CPM-നെയും ഇടതുപക്ഷ സർക്കാരിനെയും എതിർക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായി നിങ്ങൾ ഇതിന് ഉപയോഗിച്ചോ? നിങ്ങൾ പക്ഷേ കാണേണ്ടത് ശബരിമലയിലെ വസ്തുതാപരമായ കാര്യങ്ങൾ. ഞങ്ങൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെയും താല്പര്യമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. ശബരിമലയെ ഒരു കൊള്ള സങ്കേതമാക്കി മാറ്റിയത് കോൺഗ്രസിന്റെ കാലത്താണ്. അവിടെ ഉണ്ടായിരുന്ന അവതാരങ്ങളും അങ്ങനെ വഴിപിടിച്ചു പോയ ഉദ്യോഗസ്ഥ വൃന്ദവുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരും. നിങ്ങളുടെ ആവശ്യം ഈ നാട്ടിൽ ആരെങ്കിലും അംഗീകരിച്ചോ? കോൺഗ്രസ് നേതാവിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആവശ്യം എന്താ? CBIയുടെ അന്വേഷണം വേണമെന്നാണ്. എന്തേ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ലല്ലോ? ഈ കേരളത്തിലെ പോലീസിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീമാണല്ലോ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന് ഒരു നിലയിലുള്ള വിലക്കും ഒരു നിലയിലുള്ള തടസ്സവും അതിലുണ്ടാവില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി മറുപടിയുടെ 60% അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വെക്കുകയാണ്. നിങ്ങൾ കോൺഗ്രസുകാരെ പിടിക്കുകയോ CPM-കാരെ പിടിക്കുകയോ BJP-കാരെ പിടിക്കുകയോ ആരെയും പിടിച്ചോ, പക്ഷെ പിടിക്കണം. കോടതി ഇടപെടുന്നവരെ ആരെയും പിടിച്ചില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. ദാമോദർ പ്രസാദ്, ഇതിനകത്ത് ഇതിന്റെ അക്കൗണ്ടബിലിറ്റി, ഞാൻ ഒന്ന് വരാമേ അനൂപ്, ഞാൻ വരാം. ദാമോദർ പ്രസാദ്, ഇതിന്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് CPM-ലേക്കും സർക്കാരിലേക്കും ഒരു ഭാഗം ഇന്നോടുകൂടി വന്നോ? അതല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും എല്ലാ മാധ്യമങ്ങളും, അച്ചടി ആയിക്കോട്ടെ ദൃശ്യമാധ്യമം ചർച്ച ചെയ്യുമ്പോൾ ഇത് കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ ഫോളോ ഔട്ട് പ്രധാനപ്പെട്ട കാര്യം, അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്തം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം, ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുന്ന കേരളത്തിലെ ഹിന്ദു പാർട്ടി BJP-യുടെ ഉത്തരവാദിത്തമില്ലായ്മയൊക്കെ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ദേശാഭിമാനി ഓൺലൈനിൽ നിന്ന് പോയാൽ മനസ്സിലാവും. VN വാസവൻ്റെ ലേഖനമുണ്ട്, ശബരിമല കരിനിഴൽ വീഴ്ത്തുന്ന ആര് എന്ന് പറഞ്ഞിട്ട്. ആ ലേഖനം നിങ്ങൾ വിശദമായി വായിച്ചോണം. ആ ലേഖനം തീർച്ചയായും നിതിനത് വായിച്ചിട്ടുണ്ടാകും, എനിക്ക് ഉറപ്പാണ്. ആ ലേഖനം വായിച്ചാൽ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് സുബ്രഹ്മണ്യൻ എന്താണ് അയാളുടെ പേര്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ നടന്നതെന്ന് പറഞ്ഞിട്ട് ആ വിശദമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ആ ലേഖനം സൂക്ഷിച്ച് ചോദിച്ചൊരു കാര്യം പറഞ്ഞു, 2019 കുറിച്ച് റെഫറൻസും ഇല്ല, ഒരു വരിയാണുള്ളത്. ആ കാലത്ത് നടന്ന കാര്യം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ VN വാസവൻ്റെ സ്റ്റാൻഡ് 2019 ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി, ആ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്തൊക്കെയോ നിയമസഭയിൽ കിടന്ന് ബഹളം വെച്ചാൽ ഒരു ഉത്തരവാദിത്തം മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് ബന്ധമുണ്ടോ ഇല്ല എന്ന കാര്യം വ്യക്തമാക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. അയാളുടെ കാലത്ത് നടന്നാണ് ഈ കാര്യങ്ങൾ മുഴുവൻ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് നിശബ്ദ പാലിച്ചു. മാധ്യമങ്ങൾ ചോദിച്ചാൽ ഓടിപ്പോയി അവിടുന്ന്, അത് സാരം സംസാരിക്കുന്നത് അവിടുന്ന് ഓടിപ്പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നടക്കുന്നതായി. അപ്പോൾ ഇന്നത്തെ മന്ത്രി ആയിരിക്കും VN വാസവൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എവിടേക്കാണെന്ന്. അന്നേ സമയം തന്നെ 2006 VS-ൻ്റെ കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന, അതുപോലെ വിധിൻ പറഞ്ഞ ശരിയാണ്, കാര്യക്ഷമമായിട്ട് വിദ്യാഭ്യാസത്തിൽ ഒരു പരിഷ്കരണം കൊണ്ട് G സുധാകരൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അയാളും ചൂണ്ടിക്കാണിക്കേണ്ട ഈ 2019 ഈ 2014 കാലഘട്ടത്തിലെ ഈ ദേവസ്വം ബോർഡും അവിടെ ദേവസ്വം മന്ത്രിയും കാട്ടിക്കൂട്ടിയെക്കുറിച്ച് പരോക്ഷമായിട്ടോ G സുധാകരൻ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ആരാണ് കേരള മന്ത്രിസഭ നയിച്ചിരുന്നത്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിലെ നവോത്ഥാന സമരം പ്രഖ്യാപിക്കപ്പെട്ട കാലഘട്ടത്തിലെ ഭരണ നേതൃത്വത്തിൻ്റെ കാലത്താണ് പത്മകുമാറും അയാളെ ദേവസ്വം ബോർഡും മന്ത്രി കടകംപള്ളിയൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ചർച്ച.
അപ്പോൾ ഇതിൽ CPM തന്നെ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള പല അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം ഒരു CPM പോലെ രാഷ്ട്രീയ പാർട്ടി വന്ന് നിതിനാണെങ്കിലും CPMൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിൽ പെടുന്ന ആരെങ്കിലും വന്നിട്ട് കടമ്പള്ളി തള്ളി പറയുമോ അല്ലെങ്കിൽ പത്മകുമാർ തള്ളി പറയുമോ? ഒരിക്കലും അവർ അന്വേഷണത്തിന് വിധേയമാവട്ടെ എന്ന് പറയുള്ളൂ. പക്ഷേ ഇവിടെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന കാര്യം, അത് വരികൾക്കിടയിൽ വായിക്കൊന്നും വേണ്ട, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, ആ കാലഘട്ടത്തിൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട്. പിന്നെ ഇനി ലീഗലായി നോക്കുകയാണെങ്കിലും വൈക്കാരിയസ് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഞങ്ങൾ എങ്ങനെ അറിയാം? പിന്നെ എന്തിനവിടെ ഇരുന്നത്? ഈ പത്തുമാനത്തിനാണ് പോയിട്ട് സ്റ്റേറ്റ് കാർ വെച്ച് നടന്നത്? എന്തിനാണ് പോയി വിലസ് ചെയ്ത്? എന്തിനാ കടമ്പള്ളി അവിടെ കയറി വലിയ മന്ത്രിയായിട്ട് നാട് മുഴുവൻ ഈ മറ്റ് ഷോൾട്ട് അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങിയത്? ഇതൊക്കെ ആൾക്കാർ കണ്ടതല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശബരിമല നവോത്ഥാനം നടപ്പാക്കാൻ പോയത് ഈ സർക്കാർ തന്നെയല്ലേ, ദേവസ്വം ബോർഡല്ലല്ലോ. അപ്പോൾ സർക്കാരിന് ഉത്തരവാദിത്തമുള്ളത് എന്തായാലും വൈക്കാരിയസ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി വൈക്കാരിയസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തം അവിടെ ഓൾറെഡി നിയമപരമായിട്ടുണ്ട്. അത് നിയമപരമായിട്ടുള്ള ലീഗലി ഉണ്ട്. ജസ്റ്റിസ് KT ശങ്കറിന് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി വൈക്കാരിയസ് റെസ്പോൺസിബിലിറ്റി അപ്പുറം അത് ഉദ്യോഗസ്ഥ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ ആസൂത്രണമായി ചെയ്യാൻ പറ്റും. മിനിറ്റ്സ് രേഖപ്പെടുത്താതെ ഞങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞ ഉദ്യോഗസ്ഥ ബന്ധം, അതൊക്കെ ഈ അഴിമതികളുടെ കാലങ്ങളായിട്ടുള്ള രീതിയാണ്. ഉദ്യോഗസ്ഥ ബന്ധത്തെ കൊണ്ട് സാധനം ചെയ്യിപ്പിക്കുന്നിട്ട് കൈ കഴുകി സ്വയം രക്ഷപ്പെടുന്ന ഒരു അഴിമതി രീതിയുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, 2016 പിണറായി വിജയൻ ഗവൺമെൻറ് പറഞ്ഞ സമയത്ത് അവതാരങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും ശബ്ദമുയർത്തി വരികയും അഴിമതി അവസാനിപ്പിക്കുന്ന സർക്കാരാണ്. രണ്ടാം തലപ്പ് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കോട് അഴിമതി നടന്നു. അതായത് സ്വർണം, ക്ഷേത്രത്തിലെ സ്വർണം കൊണ്ട് വിറ്റു. അത് ദേവസ്വം ഉത്തരവാദിത്തം, ദേവസ്വം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നുള്ള ലീഗലി നിൽക്കാൻ പോകുന്നില്ല. വൈക്കാരിയസ് റെസ്പോൺസിബിലിറ്റി ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിന് പുറമെ എന്ത് റെസ്പോൺസിബിലിറ്റി നോക്കണം. പിന്നെ എൻ്റെ രാഷ്ട്രീയ ഫോളോ ഔട്ട് എന്ന് പറയുന്ന കാര്യമാണ്. CPMൻ്റെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒരു പ്രമുഖനാണ് പത്മകുമാർ. അദ്ദേഹം സെക്രട്ടേറിയറ്റ്, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി എടുക്കാതെ കാണിച്ചു കൂട്ടിയ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പോയി അവസാനം വീണ്ടും തിരിച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം പത്തനംതിട്ടയിലെ ഒരു വിഭാഗത്തിൻ്റെ ഇടയിലത്തിന് സ്വാധീനമുള്ള ആളായിരിക്കണം. പക്ഷേ അയാൾക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ കാലം പത്മകുമാർ കുറച്ച് ദിവസം വന്ന് പറഞ്ഞ് എല്ലാവരും കണ്ടു. അതെന്താ പറഞ്ഞത്? എല്ലാവരും വിളിച്ച് പറഞ്ഞത്, ഉറപ്പിച്ച് പറഞ്ഞു ഇത് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അതിലെന്താണ് പറയാൻ കാരണം? തനിക്ക് അറിയില്ല വരുത്തി തീർക്കാനാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം അറിയില്ലെങ്കിൽ എന്തിനാ പിന്നെ അവിടെ ഇരുന്നത്? ഇത് ഒരു പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായിട്ടൊരു കാര്യമുണ്ട്, സർക്കാരല്ല, മാധ്യമങ്ങളല്ല, കോടതി അന്വേഷണം ഉത്തരവിട്ടില്ലെങ്കിൽ ഈ കൊള്ള നിർബാധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇനിയും കൊള്ള നടത്തും. ഈ കൊള്ളയ്ക്കെല്ലാം കൂട്ടി നിൽക്കുകയും ചെയ്യും. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ ഏത് വേറെ കാലത്താണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സർക്കാരിന് എന്ത് പ്രയോജനം? ദേവസ്വം ഇൻ്റലിജൻസ് എന്ത് പ്രയോജനം? വിജിലൻസ് എന്ത് പ്രയോജനം? വിശദീകരിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ്. അത് കേവലമായ ജാഗ്രത കുറവോ അതോ കൂടിയുള്ള ആസൂത്രണമോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. നിതിൻ, അതിനകത്ത് ഈ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ അന്വേഷണം വന്നേനെ എന്ന ചോദ്യത്തെ അഡ്രസ് ചെയ്യാമോ? അല്ല, ഈ വിഷയം ഞാൻ പറഞ്ഞത് ഇത് ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തൊട്ടു മുമ്പായി സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറയുന്നതും, അതിനു മുമ്പായി ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇതുപോലെ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ അതിന്റെ നിറം മങ്ങിയിരിക്കുന്നു, അത് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്നത് എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചാണ് എന്ന് കോടതി തന്നെ പറഞ്ഞല്ലോ. അതിലുണ്ടായിട്ടുള്ളത് ദേവസ്വം കമ്മീഷണറെ ഈ വിവരം അറിഞ്ഞില്ല. അതിൽ നിന്നാണല്ലോ ഇത് ആരംഭിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പിശക് കോടതി കണ്ടെത്തിയോ? വളരെ കൃത്യമായി ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് അവിടെ വരേണ്ട എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യമായി അവിടെ ഉണ്ടാകേണ്ട എല്ലാ ആളുകളുടെയും സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി ആ സാധനം ദേവസ്വം ബോർഡിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോയ സാധനം പിന്നീട് കോടതിയിൽ വന്നു തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പറഞ്ഞു, തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് SITയുടെ സംഘവും. അല്ല, ഭാരവ്യത്യാസം കോടതി കണ്ടെത്തിയില്ലേ എന്ന് മാത്രവുമല്ല, ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണമാണെന്നതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്. പക്ഷെ ചെമ്പ് എന്ന ഉത്തരവ് എങ്ങനെ ഇറങ്ങി എന്ന് കോടതി ചോദിക്കുന്നില്ലേ? അതിലാണല്ലോ അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഇതിനോടകം വന്നല്ലോ. ആ ഉത്തരവ് തയ്യാറാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ചാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ വളരെ ബോധപൂർവം അങ്ങനെ തയ്യാറാക്കിയെന്നും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയതും ആ സ്വർണം എങ്ങനെയാണ് ഉരുക്കിയെടുത്തത് എന്നതും അതിന്റെ പങ്ക് എത്രയാണ് കിട്ടിയതെന്നെല്ലാം ഇതിനോടകം പുറത്തു വന്നതല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്ര കിട്ടിയെന്നും സ്മാർട്ട് ക്രിയേഷൻസ് എത്ര എടുത്തു എന്നുള്ളതെല്ലാം ഇതിനോടകം പുറത്തു വന്നല്ലോ. ഈ കാര്യം ഞാനിതിൽ ഇത്രേ പറഞ്ഞുള്ളൂ ഷാദെ, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഇതെല്ലാം പുറത്തു വരുമല്ലോ. ആര് കുറ്റം ചെയ്തു, ആരാണ് ഇതിൽ അഴിമതി നടത്തിയിട്ടുള്ളത്, കൊള്ള നടത്തിയിട്ടുള്ളത്, ഇത് കളവ് തന്നെയാണ്, ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതെല്ലാം പുറത്തു വരട്ടെ. നിങ്ങൾ ഈ അന്വേഷണം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ എല്ലാം കുറ്റവും കൊണ്ടുപോയി
സർക്കാരിന്റെ മുകളിൽ ചാരുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇത് അല്ലാതെ പറയണ്ടേ? ഈ അപ്പോ സാധാരണ നിലയ്ക്ക് ഇപ്പൊ മുരാരി ബാബു പ്രതി ചേർക്കപ്പെടുന്ന ഘട്ടത്തിൽ അയാൾ നിങ്ങൾ ആഞ്ഞാക്രമിക്കുകയാണ്. അയാൾ കോൺഗ്രസ് സംഘടനക്കാരനാണ്, മുൻപും തട്ടിപ്പ് നടത്തിയിരുന്ന മട്ടിൽ അയാൾക്ക് നിങ്ങൾ ദയാവായ്പില്ലാതെ ആക്രമിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രതി ചേർക്കപ്പെടുന്നു. അല്ല, നേരത്തെ പറഞ്ഞല്ലോ, ദീർഘവാചകങ്ങളിലൂടെ അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിന് എവിടെയൊക്കെ ബന്ധമുണ്ട്, എന്താണ് കോൺഗ്രസ് പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രതി ചേർത്തു എന്ന കാര്യം ചോദിക്കുമ്പോൾ അന്വേഷണം നടക്കട്ടെ, വസ്തുത പുറത്തു വരട്ടെ എന്ന മട്ടായി. മുരാരി ബാബുവിനെ ആക്രമിക്കുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിന് തലപ്പത്തിരിക്കുന്ന പത്മകുമാറും ആ ആക്രമണത്തിന്റെ മുനയേൽക്കാൻ ബാധ്യസ്ഥനാണല്ലോ. എന്ന് മാത്രമല്ല, ഈ പ്രതി ചേർക്കപ്പെടുക എന്ന് വെച്ചാൽ അതിന്റെ ഗ്രൗണ്ട് എന്തായിരിക്കും? വെറുതെ ഒരാളെ പ്രതി ചേർക്കുമോ? ആ പ്രതി ചേർക്കാനുള്ള ഗ്രൗണ്ട് എന്താണ്? ആ ഗ്രൗണ്ടിനെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അതോ SIT നിക്ഷിപ്ത താല്പര്യത്തോടെ വെറുതെ കുറേ പേരെ പ്രതി ചേർത്തങ്ങ് അന്വേഷിക്കുന്നതാണോ? നമ്മളാരും പ്രതി ചേർക്കപ്പെടുന്നില്ലല്ലോ. എന്തുകൊണ്ട് പത്മകുമാറിന്റെ കമ്മിറ്റി പ്രതി ചേർക്കപ്പെടുന്നു? ആ പത്മകുമാർ ആരാണ്? അയാളുടെ പൊളിറ്റിക്കൽ അലയൻസ് ആരുമായിട്ടാണ്? നിങ്ങൾ വിശദീകരിക്കേണ്ടേ അത്? നോക്കൂ, അതല്ലേ പറഞ്ഞത്, അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ആരെയാണോ സംശയിക്കേണ്ടത് അവരെല്ലാം അന്വേഷണ സംഘം സംശയിക്കട്ടെ. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളോടുകൂടി കാര്യങ്ങൾ പുറത്തു വരട്ടെ. അങ്ങനെയല്ലേ നിങ്ങളൊരു അന്വേഷണത്തിൽ ആദ്യം ഒരു അന്വേഷണ സംഘം സംശയിച്ച് അവരുടെ ചില കാര്യങ്ങൾ, അവർക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ ഇതെല്ലാം വെച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക. ഇപ്പൊ നോക്കൂ, ഇപ്പൊ തന്നെ ഹൈക്കോടതി തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ രഹസ്യമായി അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് പോലും അവിടേക്ക് പ്രവേശനം നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി തന്നെ ആ കാര്യങ്ങൾ അവരുടെ വിധിന്യായത്തിൽ, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വരട്ടെ. അങ്ങനെ അന്വേഷണത്തിൽ പുറത്തു വരുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൽ ആരെയെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ അധികൃതരോ എടുക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ അലയൻസിനെ കുറിച്ച് പറയേണ്ടത്. അത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിങ്ങൾ തുടക്കം മുതലേ ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളെ ആക്രമിക്കുന്നു എന്നതിലാണ് ഞാൻ എന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ശബരിമലയിൽ ഇതിനു മുമ്പും ഇത്തരം, ശബരിമലയിൽ മാത്രമല്ല ഒരുപാടിടങ്ങളിൽ ഇത്തരത്തിലുള്ള കളവുകളും കൊള്ളകളും നടക്കുന്നുണ്ട്. അത് നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള ആളുകളുമുണ്ട്. അവരുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദേവസ്വം ബോർഡ് അവിടെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശിവകുമാറിന്റെ സഹോദരൻ പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണം നേരിടുകയും നേരിട്ടവരുമാണ്. അതൊന്നും പറയാതെ ഇപ്പോ ശരിയായൊരു അന്വേഷണം നടക്കുമ്പോ ആ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഇതാ സർക്കാരിലേക്ക് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ നോക്കുന്നത് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയാണ്. അത് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. ശബരിമലയെ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് ഞാൻ അനൂപിനോട് പറഞ്ഞത്. ഞങ്ങളുടെ താല്പര്യം, നിങ്ങൾ രാഷ്ട്രീയം വേറെ ഏതെല്ലാം കാര്യത്തിൽ നിങ്ങൾ എതിർത്തോ, അതൊന്നും ഞങ്ങൾക്കൊരു പുല്ല് വരെ ഞങ്ങൾ അതിന് നൽകുന്നുള്ളൂ. കാരണം നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ജനം തിരസ്കരിച്ചതാണ്. ഞങ്ങൾക്ക് ജനത്തോടാണ് ഉത്തരവാദിത്വം. നിങ്ങൾ ഇനി ശബരിമലയുടെ പേരിൽ ഞങ്ങൾക്കെതിരായി രാഷ്ട്രീയമായിട്ട് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അതിനെ വകവയ്ക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളത് കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളോടും കേരളത്തിലെ മനുഷ്യരോടും ഈ നാട്ടിലെ ജനങ്ങളോടുമാണ്. അവരോടുള്ള ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം, ശബരിമലയിൽ നിന്ന് ഒരു തരി മണ്ണ് അനധികൃതമായി ആരെങ്കിലും കട്ടുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ നടപടി ഉണ്ടാകും. നിയമത്തിന്റെ മുമ്പിൽ അവർ മറുപടി പറയേണ്ടി വരും. അവർക്ക് കിട്ടാവുന്നതിന്റെ അങ്ങേയറ്റത്തെ ശിക്ഷ കിട്ടും. അതാരായാലും ശരി. ദാമോദർ പ്രസാദ്, നോക്കൂ, ഇതിനകത്തൊരു കാര്യമുള്ളത്, സ്വതന്ത്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ കുറ്റക്കാരാരായാലും ശിക്ഷിക്കുമെന്ന് സർക്കാർ പറയുന്നു. കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ വിശ്വാസയോഗ്യമായ അന്വേഷണവും നടപടിയും എടുത്തു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്, ശബരിമലയാണ്. ശബരിമലയെ മുൻനിർത്തിയുള്ള ഒരു അയ്യപ്പ സംഗമം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ നിവർന്നു നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ സർക്കാർ പരമാവധി സ്വതന്ത്രമായ അന്വേഷണത്തിനായിരിക്കുമോ മുതിരുക? അതോ ദേവസ്വം ബോർഡ് അപ്രതീക്ഷിതമായി ഇതിലേക്ക് എൻ്റർ ചെയ്തോടെ ചില നിയന്ത്രണങ്ങൾക്ക് ഗവൺമെന്റ് നിർബന്ധമാവും? കാരണം എന്തൊക്കെ പറഞ്ഞാലും CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിലേക്ക് വരുന്നു എന്ന് വന്നാൽ അതിൻ്റെ ഡാമേജ് പരിഹരിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. സോ അതുകൊണ്ട് ഗവൺമെന്റ് ഇതിനകത്ത് നിയന്ത്രണം കൊണ്ടുവരും അന്വേഷണത്തിൽ എന്ന് സംശയിക്കാനും ഒക്കെ അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയുമോ പ്രതിപക്ഷത്തിന്? ദാമോദർ പ്രസാദ്, അതെല്ലാം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ദാമോദർ പ്രസാദോട് ചോദിക്കായിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ഇതിനെ കുറിച്ച് അഭിപ്രായം കേൾക്കണം നമ്മൾ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വളരെ നിഷാദ് ചോദിച്ചത് ആസന്നമായ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കാര്യം, അത് എന്തായാലും തീർച്ചയായിട്ടും ശബരിമല വിഷയം സ്വാധീനിക്കുന്നൊരു ധാരണ തെറ്റിയത്. എന്തായാലും CPM-നകത്ത് മറ്റേത് പാർട്ടിയേക്കാൾ കൂടുതൽ CPM-നാണ് ധാരണ. ശബരിമല കേരളത്തിൽ ഒരു ശബരിമലയുടെ ഭൂതം പിടികൂടിയതാണ് CPM എല്ലാ കാലത്തും CPM സമീപകാലത്തെല്ലാം ബാധിച്ച കാര്യം. അവർക്ക് തോന്നുന്ന അത് ആ ഇലക്ഷൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്ന കാര്യം ഇപ്പോഴും തർക്ക വിഷയം പല ആൾക്കാർക്കുണ്ടെങ്കിലും ശബരിമല ഗൗരവമായ വിഷയമാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലാണ് അയ്യപ്പ സംഘം മുതൽ എല്ലാ കാര്യങ്ങളിലും ഈ കാണിക്കത്തെടുക്കും.
അതിൻ്റെ റിസൾട്ട് നിലയ്ക്ക് ഇപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കോടതിയുടെ മേൽനോട്ടം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. പിന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ എന്ന് പറഞ്ഞ ജഡ്ജി, അവിടെ റിട്ടയർഡ് ജഡ്ജിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സർക്കാരിനെ ഇത്ര ഘട്ടം സർക്കാരിനെ വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രതിപക്ഷ നിലപാടോ അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാട് എടുക്കണ്ടല്ലേ, സർക്കാരിനെ വിശ്വസിക്കുക, അന്വേഷണം ശരിയായ വണ്ണം പോകുന്നതിന് നമ്മൾ വിചാരിക്കേണ്ടത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും കേരള മാധ്യമങ്ങളുടെ ജാഗ്രത ഇവിടെ ഉണ്ടായിരിക്കും. അതിനകത്ത് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ CPM തിരിച്ചടിയായി മാറും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരും. പക്ഷേ ഈ അന്വേഷണം പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞ് നടപടിയെടുക്കുന്ന സമയത്ത് CPM ആന്തരിക പ്രശ്നങ്ങൾ എങ്ങനെ രൂപീകരിക്കുന്നതും കൂടി ആലോചിക്കേണ്ടി വരും. കാര്യം അവിടെ ഇപ്പോഴും ആ ദുരൂഹത ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ലേഖനം വളരെ നിങ്ങൾ വായിച്ചു നോക്കേണ്ട ലേഖനമാണ്. ആ ലേഖനത്തിൽ തീർച്ചയായും CPM ഒരു ഇന്നത്തെ ഒരു മന്ത്രി, ദേവസ്വം മന്ത്രി വിശദമായി ലേഖനം എഴുതുമ്പോൾ തൊട്ടുമുള്ള കാലഘട്ടം, അതും ഏതാണ് ഒരു ഭരണത്തുടർച്ചയുടെ ഭാഗമാണ്. ആ ഭരണത്തുടർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ആ ദേവസ്വം ബോർഡിനെ കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടതാണ്, ഡിഫെൻഡ് ചെയ്യേണ്ടതാണ്. CPM രീതി അനുസരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ. പക്ഷേ ഒരു ഡിഫൻസും ഇല്ല. ഞാൻ വെറുതെ പറയില്ല, ലേഖനം വായിച്ചാൽ ഒരു ഡിഫൻസും ഇല്ല, മാത്രം ഒരു പരാമർശമാണുള്ളത്. ആ പരാമർശം ദുരൂഹമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? CPM ആന്തരികമായി തന്നെ CPM പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത. കാര്യം ഇവരൊക്കെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ആൾക്കാരും മറ്റൊക്കെയാണ്. അതുകൊണ്ടുള്ള ഇന്നിപ്പോൾ സഹിചേരനെ പ്രശ്നം നമ്മൾ കൂട്ടി വായിക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്നൊക്കെ പറയുന്ന സഹിചേരൻ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹം ആ ഭാഗത്ത് നിയമസഭ പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സങ്കീർണമാൻ ചെയ്യുന്ന കാര്യം തെക്ക് ഭാഗത്തൊക്കെ വലിയ തോതിൽ അതിൻ്റെ റിസൾട്ടിനെയൊക്കെ ഇലക്ഷനെയൊക്കെ വളരെ ബാധിക്കും. പാലക്കാടിന് ബാധിക്കുന്ന പോലെ ആയിരിക്കില്ല ആ തെക്ക് ഭാഗത്തുള്ള റിസൾട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ആന്തരിക പ്രശ്നം CPM രൂക്ഷമാവും. അപ്പോൾ അതേസമയം തന്നെ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. മാത്രമല്ല മാധ്യമങ്ങളുടെ ജാഗ്രതയും കോടതിയുടെ നോട്ടമുള്ള സമയത്ത് ഒരു തരത്തിൽ വഴി തെറ്റിച്ചു പോകാനും പറ്റാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ ഒരു തരത്തിൽ CPM നമ്മൾ വിശ്വസിക്കണം ഈ ഗവൺമെൻറ്. കാര്യം അല്ലാതെ നമുക്ക് ഈ അന്വേഷണ സമയത്ത് എന്തായാലും നമുക്ക് അത്തരൊരു കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചൊന്നും ദിവസം നീങ്ങാൻ പറ്റില്ല. അന്വേഷണം ശരിയായ ദിശയിലായിരിക്കും പോകുന്ന പ്രതീക്ഷയോട് തന്നെ അതിലെന്തെങ്കിലും വഴിപിഴച്ചാൽ CPM തന്നെ ബാധിക്കും. പക്ഷെ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, രാഷ്ട്രീയ ഫോളോട്ട് നിസ്സാരമായിരിക്കില്ല. കാരണം ശബരിമല വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ശബരിമല ഒരു വിഷയമാക്കി മാറ്റി, അവസാനങ്ങളിൽ അയ്യപ്പ സംഘം ഒരു വിഷയമാക്കി മാറ്റി, ചർച്ചാ വിഷയമാക്കി മാറ്റി, തർക്ക വിഷയത്തിൽ തീർച്ചയായിട്ടും അതിനകത്ത് പല അഭിപ്രായത്തിൽ പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് ദാമോദർ പ്രസാദ്, ഈ പ്രശ്നത്തിൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് അതിവേഗത്തിൽ രംഗപ്രവേശനം ചെയ്യേണ്ടവരാരൊക്കെയാണ്? NSSന് രംഗപ്രവേശനം ചെയ്യാം, SNDP യോഗത്തിന് രംഗപ്രവേശനം ചെയ്യാം. പക്ഷെ അവരെല്ലാം ഇതിനകത്ത് ഒരു അയഞ്ഞ മൂഡിലാണ്. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി പറയുന്നത് പോറ്റിമാരൊക്കെയാണ് അവിടുത്തെ സ്വർണ്ണം അടിക്കുന്ന പ്രധാനികളെന്നാണ്. സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന ഫോഴ്സസായിട്ട് വരേണ്ട സമുദായ സംഘടനകൾ പ്രധാനികൾ സർക്കാരുമായിട്ട് ഇപ്പോൾ ഒരു ധാരണയിൽ പോകുന്നുവെന്ന് സർക്കാരിന് ഗുണപരമായിരിക്കുമോ അതോ സാധാരണ വിശ്വാസികളുടെ വികാരം വേറെ തന്നെ ആയിരിക്കുമോ? മറ്റൊന്ന്, ഇതിനകത്ത് അനൂപ് ആരോപിക്കുന്ന ഒരു പ്രശ്നം സംഘ്പരിവാർ, പ്രത്യേകിച്ച് BJP ഇതിനെ പരമാവധി കത്തിക്കാൻ ശ്രമിക്കുന്നില്ല, അവരുടെ ലാർജർ പ്ലാൻ വേറെയാണ് എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കൊരു സംഘപരിവാർ രാഷ്ട്രീയത്തെ കത്തിക്കാനില്ല എന്നുള്ള നമ്മളെ സമയത്ത് ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമായിട്ട് തന്നെ കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അവർ ഈ വിഷയത്തെ ഈ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ സിവിൽ സമൂഹത്തിൽ വർഗീയ വിഷം ഇറക്കാതിരിക്കുന്ന നല്ല കാര്യം തന്നെ. പക്ഷേ സംഘപരിവാരത്തെ ശുദ്ധഗതി കൊണ്ട് ചെയ്യാതിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തൊട്ടുമൊത്ത അനുഭവമുണ്ട്. കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗുണഫലം കോൺഗ്രസിന് കിട്ടുമെന്നുള്ളൊരു UDFന് കിട്ടുമെന്നുള്ളൊരു ഭീതി അവർക്കുണ്ട്. കാര്യം തെക്ക് ഭാഗങ്ങളിലാണ് ഇതിന് സ്വാധീനം വരിക. അത് കോൺഗ്രസിലേക്ക് ചായോ എന്നുള്ള ഭീതി അതിനെക്കുറിച്ചൊക്കെ വ്യക്തത അവർക്കില്ല. ആ വ്യക്തത ഇല്ലായ്മയുടെ ഭാഗവും അതുപോലെ രാജീവ് ചന്ദ്രശേഖരന് സംഘടനാപരമായിട്ട് അതിനെ പുറത്ത് ഗ്രിപ്പില്ലാത്ത പ്രത്യേക അവരുടെ യുവമോർച്ചയുടെ പുറത്തൊന്നും വേണ്ട പോലെ സംഘടനാ സ്വാധീനമില്ലാത്തതുകൊണ്ടും കെ സുരേന്ദ്രനെ പോലെ നേതൃത്വം തരാം, കെ സുരേന്ദ്രൻ, കെ മുരളീധരൻ, മുരളീധരനെ പ്രധാന നേതൃത്വം തരാം, കുറച്ച് വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് BJPക്ക് സമരരംഗത്ത് ഇറങ്ങാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്. അപ്പോൾ ആ പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മൾ അവർ വിഷയിറക്കാതിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാവരും സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ്റിനെ കുറിച്ച് അതേ വേദിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ BJPയുടെ ഘടകകക്ഷി നേതാവ് എന്താ പറയുക വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു, മറ്റേ ആൾ രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ അത് ആ കുടുംബത്തിൻ്റെയും അവരുടെ പ്രശ്നങ്ങളൊക്കെ വേറെ രീതിയിൽ പരിഹരിക്കപ്പെടാനും അവരുടെ സ്വയംപക്ഷപാതരുടെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ താങ്ങും തണലായിട്ട് ഇവിടുത്തെ ഏറ്റവും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി താങ്ങും തണലായി ഇടതുപക്ഷ സർക്കാരും നമുക്കറിയാം. പക്ഷേ അതേസമയം തന്നെ NSന്റെ കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട്. കാരണം NSന്റെ കാര്യം എന്തുകൊണ്ടാണ് NS വളരെ കോഷ്യസായി പോകുന്നുള്ള കാര്യം തൊട്ടും നമ്മൾ കണ്ടൊരു കാര്യമാണ്. ശബരിമലയിലെ ആ സുപ്രീം കോടതി വരുന്ന സമയത്ത് NSS ആണ് ആ സമരരംഗത്ത് ആദ്യം വന്നത്. അതിൻ്റെ തെറ്റ് ശരിയൊക്കെ നമ്മൾ NS. പക്ഷേ ശബരിമലയിൽ എന്ത് സംഭവിച്ചാലും നീങ്ങിയപ്പോലും തങ്ങൾക്ക് അഭിപ്രായം എന്ന് പറയുന്ന NS നേതൃത്വം, സുകുമാരൻ്റെ നേതൃത്വം ഈ കാര്യം തന്ത്രപരമായി മൗനം പോലിക്കും ശരിദൂര അയ്യപ്പ സംഘം ശരിദൂരായിരുന്നു. പക്ഷേ അയ്യപ്പൻ്റെ കാര്യത്തിൽ എല്ലാം ശരിദൂരാണെന്നല്ല. പക്ഷേ NSSന്റെ ഒക്കെ ഈ സ്വാധീനം എന്താണെന്ന് അവർ പറഞ്ഞ അവർ ആ ഭാഗത്ത് പക്ഷേ ഇവിടെ ഒരു കാര്യം പക്ഷേ ഈ ശബരിമല വിഷയം NSന് ഗൗരവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയം പ്രതികരിച്ചിരിക്കുന്ന സത്യത്തിൽ NS നേതൃത്വത്തിന് തന്നെയാണ് NSന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തിരിയാൻ പോകുന്നത്. അത് ആത്മീയമായി നഷ്ടം അവർക്ക് തന്നെ സംഭവിക്കാം. വിശ്വാസ പ്രശ്നം ലീഡർഷിപ്പ് നേടും എന്നാണ്. ഞാൻ അതിൻ്റെ വേറൊരു പ്രശ്നം ചോദിക്കായിരുന്നു. നേരത്തെ ശ്രീ ദാമോദരനോട് ചോദിച്ച പോലെ, അതായത് ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് കേവലമായിട്ടുള്ള ശബരിമല സ്വർണ്ണത്തിൻ്റെ പൈസ മാത്രമല്ല, ഇതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള മൂല്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം.
അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും രംഗത്തില്ല. പണ്ട് കഴിഞ്ഞ തവണത്തെ ശബരിമലയിലെ പ്രശ്നം നമുക്കറിയാം. അന്ന് NSSഉം SNDP യോഗവും അല്ലെങ്കിൽ ഈ SNDP യോഗത്തിൻ്റെ അന്ന് അദ്ദേഹം നവോത്ഥാന സമിതിയിലായിരുന്നു. NSS ഉണ്ടായിരുന്നു. സംഘപരിവാർ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു സംഗതിയായിട്ട് തെരുവിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. നിങ്ങൾ VD സതീശനും നിങ്ങളുടെ ടീമും ഈ നിയമസഭയിൽ ബഹളം വെക്കുന്ന ഒഴിച്ചു നിർത്തിയാൽ പൊതുവേ അങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ പ്രധാന കക്ഷികളൊന്നും കാണാനില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ CPMൻ്റെ പ്രതിനിധി നിതിൻ കണിച്ചേരി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്ന ലോജിക്ക് വളരെ രസകരമാണ്. ഞാൻ പത്മകുമാറിനെതിരെ ഗുരുതരമായ ഒരു വസ്തുത, ആരോപണം പോലുമല്ല, അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ മകനെ വിളിച്ചങ്ങ് ചെയ്യിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്നില്ലെന്നേ. ഞാൻ വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? കോൺഗ്രസ്സുകാർ കണ്ടിട്ടില്ലേ? കോൺഗ്രസിൻ്റെ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്? അപ്പോൾ ഞങ്ങൾക്കും കക്കാന്നേ എന്നുള്ള ലൈനിലാണ് പറയുന്നത്. ഞാൻ പറയുന്നു അതൊന്നും പറഞ്ഞ് അതൊക്കെ പഴയൊരു രീതിയാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിടിക്കപ്പെടുമ്പോൾ നിങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങളിൽ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോ. നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് പോലീസ് സംവിധാനം നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, ഇന്റലിജൻസ് ഇരിക്കുന്നു, വിജിലൻസ് ഇരിക്കുന്നു. നിങ്ങൾക്കത് കണ്ടുപിടിച്ച് അവർ വിളിച്ചിട്ട് കൊണ്ടുവരാം. കോൺഗ്രസ് അതിന് പ്രൊട്ടക്ട് ചെയ്യില്ലാതെ. പക്ഷേ നിങ്ങളുടെ ഉന്നതനായൊരു നേതാവിൻ്റെ മുൻകൈയിൽ നടന്ന കളവ് കൈയോടെ പിടിക്കപ്പെട്ടു. ഇദ്ദേഹം മുരാരി ബാബുവിനെ കുറിച്ച് പറയുന്നു, അപ്പോൾ പറയുന്നു മുരാരി കോൺഗ്രസ് ബന്ധം. പക്ഷേ പത്മകുമാറിനെ കുറിച്ച് പറയുമ്പോൾ അന്വേഷണം നടക്കട്ടെ. അതെങ്ങനെയാണ്? രണ്ടുപേർക്ക് രണ്ട് നീതി. മുരാരി കള്ളനാണെങ്കിൽ പത്മകുമാർ കള്ളന് കഞ്ഞി വെച്ച കൊടും കള്ളനാണെന്നേ. ആ പത്മകുമാർ എന്ന് പറയുന്നത് കേവലം സർവീസ് സംഘടന നേതാവല്ലല്ലോ. നിങ്ങളുടെ പത്തനംതിട്ട പോലൊരു ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാ. നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായ ആളാ. അദ്ദേഹം ശബരിമലയിൽ പ്രത്യക്ഷത്തിൽ തന്നെ വലിയൊരു കളവിന് നേതൃത്വം കൊടുത്തിരിക്കുക. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ നടപടിയെടുക്കുമോ? ഇപ്പം നിങ്ങൾ ഈ മുരാരി ബാബുവിനെതിരെ പറയുന്ന അതേ ജാഗ്രതയോടുകൂടി സ്വന്തം പാർട്ടിയിലെ സഖാവിനെതിരെ പറയുമോ? ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ശബരിമലയിൽ ഈ 2019 നടന്ന കളവ് നടത്തിയ അതേ ആളുകൾക്ക് തന്നെയാണ് പിന്നീടും ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇതൊക്കെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതാ. കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ആളുകളാണെങ്കിൽ ആ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന സിസ്റ്റം, കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന ആളുകൾ, പിന്നെ ഇവരെന്തിനാണെന്ന് ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ശബരിമലയുടെ ചരിത്രത്തിൽ വലിയ കളവുകളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും, മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെയൊന്നും ഇല്ലാത്ത തരത്തിൽ, സമാനതകളില്ലാത്ത വിധത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൻ, ഇവരങ്ങ് സന്നിധാനത്തിന് ഇറങ്ങി നിന്ന് കക്കുക എന്ന് പറയുമ്പോൾ പകൽ വെളിച്ചത്തിലുള്ള കളവാണെന്നേ. രാത്രി വരെ കട്ട് സൂര്യൻ ഉദിച്ച് പകൽ വെളിച്ചത്തിൽ വളരെ വ്യക്തമായുള്ള കളവല്ല ഇത്. അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുക. പിന്നെ അദ്ദേഹം വലിയൊരു ആനക്കാരിയായിട്ട് പറയുന്നത് എന്താണ് നിഷാദേ? ഇവിടെ പറഞ്ഞത് എന്താ? ഞങ്ങളെ FIR ഇട്ടുന്ന. എങ്ങനെ FIR ഇടാതിരിക്കാൻ പറ്റുക? കോടതി മേൽനോട്ടം വഹിക്കുന്ന, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ ഇവർക്ക് എങ്ങനെ FIR ഇല്ലെങ്കിൽ കോടതി ചോദിക്കില്ലേ? ഇവർ പരമാവധി ഇദ്ദേഹത്തെ പരിരക്ഷിക്കാൻ ശ്രമിച്ച ഒരു സംവിധാനമല്ല ഇവിടെയുള്ളത്. പേരൂർ കടയിൽ ഒരു സാധു സ്ത്രീ, വീട്ടിൽ വേലക്കുന്ന സ്ത്രീ സ്വർണം എടുത്തത് സംശയത്തിന്റെ പേരിൽ അവരെ ഭേദി ചെയ്ത ആളുകളാണ്. ഇവിടെ ഉണ്ണികൃഷ്ണന് കിട്ടിയ പ്രിവിലേജ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് കോടതിയുടെ കേസിൽ അത് FIR ഇടാതിരിക്കാൻ സാധ്യമല്ല. അതൊരു അസാധ്യതയാണ്. അത് ചെയ്തത് ഞങ്ങളെന്തോ വലിയ ഞങ്ങളുടെ ദേവസ്വം ബോർഡിനെ പോലും പ്രതി ചേർത്തു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഈ പറയുന്ന പാർട്ടി കമ്മിറ്റിയിൽ അനുയായികളുടെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ ശബരിമലയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ കളവ് ഈ പറയുന്ന സംവിധാനം തന്നെ, അവിടുത്തെ ഭരണ സംവിധാനത്തിന് നേതൃത്വം നടന്നിരിക്കുക. അതിനെ നിങ്ങൾ പഴയ ഭരണസമിതിയുടെ കാര്യത്തിൽ നടന്നിട്ടില്ലേ, ഈ അതിനു മുമ്പ് നടന്നിട്ടില്ലെന്നും പറഞ്ഞ് ലഘൂകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, ഞാനിത് വളരെ തുടക്കത്തിലെ പ്രശ്നവൽക്കരിക്കാൻ, പ്രോബ്ലമാറ്റൈസ് ചെയ്യാൻ ആഗ്രഹിച്ചൊന്നാ. സംഘപരിവാർ സംഘടനകൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? അത് വളരെ പ്രധാനമല്ലേ? അതിൻ്റെ ഉത്തരം വേറെ തരത്തിൽ നേരത്തെ സംസാരിച്ച നിരീക്ഷകനായ ബഹുമാന്യ സുഹൃത്ത് ദാമോദർ പ്രസാദ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഞങ്ങളായി കോൺഗ്രസ് ആയി മാറുമോ? ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമോ? അതിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഭയ. സംഘപരിവാറിനെ സംബന്ധിച്ച് CPMന്റെ ഭരണം, CPM ദക്ഷിണേന്ത്യയിൽ സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് അവർ കാണുന്ന ഈ പറയുന്ന സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംഘപരിവാറിനേക്കാൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്ന ഈ CPMന്റെ ഭരണത്തിന് കോട്ടം തട്ടുന്ന ഒരു നിലപാടിലേക്ക് സംഘപരിവാർ വരേണ്ടതില്ല എന്നുള്ളതാണ് അവർ നിലപാട്. ഇപ്പം ഈ അവസാനം നമ്മൾ കണ്ടത് എന്താ? നരേന്ദ്രമോദിക്ക് ആറന്മുള കണ്ണാടി കൊടുത്ത് തുടങ്ങിയ പിണറായി വിജയന്റെ ഭരണം അമിത്ഷാക്ക് ഈ പറയുന്ന ഭൈരവൻ തെയ്യത്തിന്റെ കോലം സമ്മാനിക്കുക. ഭൈരവൻ തെയ്യം എന്ന് പറയുന്നത് എന്താ? പാപമോചനത്തിന് വേണ്ടി ബ്രഹ്മാവിന്റെ ശിരസ് അറുത്തതിന് പാപമോചനത്തിന് ഭിക്ഷ തേടുന്ന രൂപ. ഇവിടെ കണ്ണൂരിൽ RSS CPM സംഘടനകൾ നടത്തിയ
പാപമോചനം RSSന്റെ അമിത്ഷായുടെ അടുത്ത് പോയി ഭിക്ഷാപാത്രവുമായി നിൽക്കുകയാണ് പിണറായി വിജയൻ. ഈ ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളിലടക്കം വളരെ കൃത്യമായ സംഘപരിവാറും CPM തമ്മിലുള്ള ചില നീക്കുപോക്കുകളുണ്ട്. സംഘപരിവാറിന്റെ നിശബ്ദതയെ അങ്ങനെ തന്നെ കാണേണ്ടി വരും. വളരെ കൃത്യമാണ്. പക്ഷേ ഇത്തരം നീക്കുപോക്കുകൾ കൊണ്ട് സംഘപരിവാർ സമം വിശ്വാസി എന്ന് പറയുന്ന സമവാക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളത് തുടക്കത്തിലെ കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് പറഞ്ഞ കാര്യമാണ്. നിതിൻ, അങ്ങനെ ഇത്തവണത്തെ ശബരിമല വിവാദത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ടോ? ഒന്ന് BJP അഗ്രസീവായി സമരരംഗത്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ മാർച്ച് നടത്തുകയും ഹിന്ദുക്കളെ വഞ്ചിക്കുന്നൊക്കെ പറയുകയും ചെയ്യുന്നത് കാണുകയും ചെയ്തു. NSS അഗ്രസീവായി ഇല്ല. SNDP യോഗം എന്ന് പറയുന്ന സംഘടനയും ആ കാര്യത്തിൽ കട്ടിട്ടുണ്ടെങ്കിൽ പോറ്റിമാരായിരിക്കും എന്ന മട്ടിലാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത്തവണ കോൺഗ്രസിനെ മാത്രം നേരിട്ടാൽ മതി എന്നൊരു സൗകര്യമുണ്ടോ? കോൺഗ്രസ് ഇതിൽ എവിടെയാണെന്ന് സമരം നടന്നത്? കോൺഗ്രസിന് കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി സമരം നടത്താനുള്ള ഏതെങ്കിലും ശേഷിയോ പ്രാപ്തിയോ ഇന്ന് കേരളത്തിലുണ്ടോ? വസ്തുതാപരമായി കേരളത്തിൽ കോൺഗ്രസിനുള്ള അവസരം പോലും അവർക്ക് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ അനു ഇവിടെ പറഞ്ഞല്ലോ, ഇത്രയും ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എല്ലാ കാര്യത്തിനും റോട്ടിലെ കുഴിക്ക് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നവരാണല്ലോ VR അനൂപിന്റെ നേതാക്കൾ. എന്താ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് പോലും നിയമസഭയിൽ നൽകാൻ കഴിയാതിരുന്നത്? എന്താ ചെയ്യാതിരുന്നത്? ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയമായി ഈ കാര്യങ്ങളെ കണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നാടകം നടത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും ഭയമില്ലായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസും BJPയും ഈ നാട്ടിലെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന എല്ലാവരും മുള്ളു മുരുട് മൂർഖൻ പാമ്പ് കല്ല് കരട് കുഞ്ഞിരക്കുറ്റി സകല ജാതി ആളുകളും കൂടി ഒന്നിച്ച് ഞങ്ങൾക്കെതിരായി സമരം നടത്തിയിട്ട് അതിനുശേഷമാണല്ലോ 2021 തെരഞ്ഞെടുപ്പ് നടന്നത്. 91 MLA-മാരുണ്ടായിരുന്ന സ്ഥാനത്ത് 99 MLA-മാരുമായിട്ടല്ലേ പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ സമരത്തെ ഒന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പിന്നെ അനൂപ് ഉണ്ടാക്കാൻ നോക്കുന്ന നരേറ്റീവ് എന്താ? കേരളത്തിൽ ഇടതുപക്ഷവും BJPയും ഒരു സന്ധിയുണ്ട്. ഈ നരേഷനാണല്ലോ ഇത്. നിങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി കുറെ ആളുകൾ പരിശ്രമിക്കുന്നു. അനൂപേ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുള്ള നാടുകളിലാണ് സംഘപരിവാർ ഏറ്റവും ശക്തമായി വന്നത്. നിങ്ങളുടെ നേതാവിന് മത്സരിക്കാൻ അവസാനം വയനാട് ചുരത്തിന്റെ തണൽ വേണ്ടി വന്നു. ഈ കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിലും ഇന്ന് നിങ്ങൾ ചവറ്റുകുട്ടയിൽ പോലുമില്ല. ഗുജറാത്തിലാവട്ടെ, രാജസ്ഥാനിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, എവിടെയും BJPക്ക് പാർലമെന്റിൽ ഒരു സീറ്റ് ഉദാരമായി സംഭാവന കൊടുത്തയാളിന്റെ പേര് KC വേണുഗോപാൽ എന്നാണ്. രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്തയാളിന്റെ പേര്. BJPക്ക് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ നേതാവിനെ തോൽപ്പിച്ച് വോട്ട് ചെയ്ത MLA-മാർ കൈപ്പത്തിയിൽ ജയിച്ചവരാണ്. ഞങ്ങൾ എല്ലാ കാലത്തും സംഘപരിവാറിനെ എതിർത്തവരാണ്. കമ്മ്യൂണിസ്റ്റുകൾ എന്നീ രാജ്യത്തിനകത്ത് രൂപം കൊണ്ടിട്ടുണ്ടോ ഈ 2025 വരെ ഞങ്ങൾ ചോരയും ജീവനും കൊടുത്താണ് സംഘപരിവാറിനെതിരായി ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു ഫ്രോഡിന്റെ പരിപാടി മാത്രമാണ് എന്നാണ്. നിതിൻ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏർപ്പാടാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങളും വിചാരിച്ചത് അങ്ങനെയാവണം. നിങ്ങൾ പറഞ്ഞതും അങ്ങനെയാണ്. പിന്നെയാണ് ഉദ്യോഗസ്ഥർ വരുന്നത്, മുരാരി ബാബു വരുന്നത്, വേറെ ആളുകൾ വരുന്നത്, വേറെ പ്രതിപട്ടികയിൽ ആൾ വരുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒന്നാകെ വരുന്നു. മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിലെ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് മുകളിലേക്കും പോയേക്കാം എന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ അപ്പുറം കിടന്ന് സർക്കാരിലെ ആളുകളിലേക്ക് വരെ എത്തിയേക്കും എന്ന് കാണുന്നുണ്ടോ? അതോ ദേവസ്വം ബോർഡിൽ നിൽക്കുമെന്നാണോ? നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ്? നമുക്ക് നിഷാദ്, ഇത് നമ്മൾ അനുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. നിഷാദോ ഞാനോ അനുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അതിനല്ലേ കേരളത്തിൽ ഒരു ADGP നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു വലിയ നല്ല ട്രാക്ക് റെക്കോർഡുള്ള സംഘവും അന്വേഷിക്കുന്നത്. കേരളത്തിലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത്. അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഉണ്ടാവട്ടെ, ആരും ഉണ്ടായിക്കോട്ടെ, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ഭാഗത്തുനിന്നോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല എന്നാണ് കേരളത്തിന്റെ പറഞ്ഞത്. അത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോ നിൽക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചത്. ശരി, അനൂപിന്റെ മറുപടി എന്താണ്? നിഷാദെ, അല്ല, ഇവിടെ വിഷയവുമായി ബന്ധമില്ലാത്തൊരു കാര്യം വരച്ചിടുകയാണ്. KC വേണുഗോപാൽ എന്തോ സംഘപരിവാറിനെ സഹായിക്കാൻ ചെയ്തു. എന്ത് വസ്തുത എന്താ? ഞങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ KC വേണുഗോപാൽ മത്സരിച്ചതുകൊണ്ടാണെന്നേ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കാതിരുന്നതെന്ന് പറഞ്ഞത് CPM-ന്റെ ഉൾപാർട്ടി ചർച്ചയാ.
അപ്പൊ നിങ്ങൾ എന്തിനാ ഈ വിഷയത്തിൽ പോലും KC വേണുഗോപാലിനെ വലിച്ചിഴച്ച് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രനടക്കം ജയിപ്പിക്കാത്തതിൽ വലിയ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ BJPക്ക് വലിയ സാധ്യത പറഞ്ഞൊരു സ്ഥലത്ത് മത്സരിപ്പിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായി പിടിച്ചെടുത്തു. ഇവിടെ ആരിഫിനെ വോട്ട് ചെയ്യാതെ ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്ത ആളുകളാണ് CPM-കാർ. ഞങ്ങൾ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം രാഷ്ട്രീയമായി ശരിയാണെന്ന് ആലപ്പുഴ ഇലക്ഷന് ശേഷം CPM-കാർ പോലും വിലയിരുത്തിയതേ. പിന്നെ ഈ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി കേരളത്തിൽ CPM-ഉം BJP-യുമായി ധാരണയുണ്ടെന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടല്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം സ്കിപ്പ് ചെയ്തില്ലേ? അമിത്ഷായെ പോയി കണ്ട് കേരളത്തിൽ ആദ്യമായിട്ടൊന്നല്ലോ ആഭ്യന്തരമന്ത്രി ഉണ്ടാവുന്നത്, മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. അമിത്ഷായ്ക്ക് അദ്ദേഹം ഒരു ഉപഹാരം സമ്മാനിക്കുകയാണ്. ഈ പറയുന്ന അമിത്ഷായുടെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്ന ശരീരഭാഷ ഇതൊക്കെ വളരെ വ്യക്തമല്ല. കൃത്യമായി ദുരൂഹമായി നിഗൂഢമായി തങ്ങൾക്ക് എന്തോ ഒളിപ്പിക്കാനുണ്ടെന്നുള്ള ഭാവത്തിൽ ഈ സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ, കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വേറെ ഒരു കാര്യം മാത്രം പറയാണ്. വോട്ട് ചോരിയെക്കുറിച്ച് പ്രതികരിക്കാത്ത ഏക പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? സ്റ്റാലിൻ പ്രതികരിച്ച് നമ്മൾ കണ്ടതല്ലേ. മറ്റ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചില്ലേ? വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയ സമയത്ത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞു പോയ ആളാ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത്ര വലിയൊരു വിഷയം നടന്നിട്ട് അപ്പൊ രാഹുൽ ആ വിഷയത്തെ കുറിച്ച് തൊട്ടിട്ടേ ഇല്ല. അപ്പൊ ഇവരുടെ കമ്മിറ്റ്മെന്റ്, ഇവരുടെ കൂറ്, ഇവരുടെ ലോയൽറ്റി, ഇവർ ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ വാദം. ദാമോദർ പ്രസാദ്, ശബരിമല നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയും അതിന്മേൽ സർക്കാർ എടുത്ത നിലപാടും അതുണ്ടാക്കിയ കോലാഹലവും അതുണ്ടാക്കിയ ഇലക്ട്രൽ റിഫ്ലക്ഷനും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിൽ പോലും അത്തരം രാഷ്ട്രീയമായ ഭയപ്പാടുകളുണ്ടോ എന്ന് നിസ്തർക്കം CPM നിഷേധിച്ചാലും. ഇതിപ്പോൾ അവസാനം ഉണ്ടായിരിക്കുന്ന വിവാദത്തിന് ആ നിലയ്ക്കുള്ള ഒരു വൈകാരികമായ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ശബരിമലയിൽ മൊത്തം അശുദ്ധിയാക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള സ്വർണം പോകുന്നു എന്നത് ആദ്യഘട്ടത്തിൽ ഈ വിധി വരുന്ന സമയത്തുണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള, ആ കാലത്തിന് സമാനമായ ഒരു വിശ്വാസപരമായ വൈകാരികപരമായ ഒരു സംഗതിയായ ഒരു സർക്കാർ വിരുദ്ധ വികാരമായി സത്യത്തിൽ അത് അടിത്തട്ടിലെ വിശ്വാസികൾക്കിടയിൽ മാറിയിട്ടുണ്ടോ? കഴിഞ്ഞ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഉണ്ടായ ഒരു വികാസം, അതൊരു വൈകാരികമായ ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ ഒരു വൈകാരികമായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഇതിൽ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ വികാരം ഉയരണമെന്ന് NSS-നും SNDP-ക്കും ഈ വിചാരിച്ച വികാരം ഉയരണമെന്നില്ല. മറ്റു സ്ത്രീകളാണല്ലോ, യുവതികളാണല്ലോ. അപ്പോൾ വികാരം ഉയരും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാനിവിടെ വിശദാംശമാക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത് ഇമ്പാക്റ്റ് അതുപോലെയൊന്നും ആവണമെന്നില്ലെങ്കിൽ കൂടി പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്നു, പത്രങ്ങളിൽ ഇതും ഈ സാമാന്യ ജനങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ സൂക്ഷ്മ കണക്കുകൾ ഡീറ്റെയിൽസിലേക്കൊന്നും പോകാൻ പോകണില്ല. ഇവിടെ പ്രചരിക്കുന്ന കാര്യം CPM മനസ്സിലാക്കുന്നില്ല നന്നായിരിക്കും. സ്വർണ്ണം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഡോമിനൻ്റ് നെഗറ്റീവ്. അതിനെ ചെറുക്കാൻ CPM ഇതുവരെ പറ്റിയിട്ടില്ല. കാര്യം ആ കാര്യത്തിൽ ആ കാലത്തെ ദേവസ്വം ബോർഡിന് പങ്കുണ്ടെന്നുള്ളത് തന്നെയാണ് ബഹുജനം മനസ്സിലാക്കുന്നത്. CPM പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അവരെ കാഡേഴ്സിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ആ ഒരു ഡോമിനൻ്റ് നെഗറ്റീവ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ വേറെ ഇതിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ UDF-നെ സഹായിക്കണം വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ചാലും കൊടുക്കും. പക്ഷേ ഈ നെഗറ്റീവ് പ്രധാനമാണ്. ഈ നെഗറ്റീവിന് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് അങ്ങനൊരു ധാരണ വ്യാപകമായിട്ടുണ്ട്. ആ ധാരണ ശരിയാണ് താനും. ആ ധാരണ ശരിയുണ്ട്. കാരണം ആ ശരിയെന്ന് പറയുന്നത് കൊണ്ടാണ് CPM-ന് തന്നെ സംശയമുണ്ട് ഈ വിഷയത്തിൽ. 2016, 2021 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അകത്ത് ദുരൂഹമായ പല ഇടപാടുകളും നടന്നിരുന്നു. അന്നത്തെ മന്ത്രി ഉൾപ്പെടെവർ ശരിയല്ല എന്നുള്ള CPM-നകത്ത് ധാരണയുണ്ട്. കാര്യം അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലേഖനത്തെ വീണ്ടും ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിലൊരു ധാരണയാണ്. അത് തീർച്ചയായിട്ടും NSS-ലെ സുകുമാരനാർ പെരുന്നയിലെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ ഈ വിശ്വാസികളായ വലിയ സമൂഹം അവരെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ അകത്തൊരു ക്ഷീണമുണ്ട്. അത് ആ വൈകാരിക തരത്തിലല്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡ് അവിടുന്ന് കവർച്ചയുടെ ദേവസ്വം ബോർഡെന്നും കള്ളത്തരം ചെയ്യുന്ന ദേവസ്വം ബോർഡാണെന്നും ഒരു തരത്തിലുള്ള അവിടെ എന്ത് അടിച്ചു മാറ്റിക്കൊണ്ടെന്നും, ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇതിന് ശേഷം അനുബന്ധമായ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അനുബന്ധമായിട്ട് ഒരു ക്ഷേത്രത്തിൽ പല ക്ഷേത്രത്തിൽ ഇതുപോലെ മോഷണം നടന്നു നമുക്ക് കഥകൾ പലതും അത് വസ്തുതയാണ് നമുക്കല്ല. പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ ഇതൊക്കെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് CPM മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര വലിയ പാർട്ടിയല്ല, അവർ ജനകീയമായ പാർട്ടി, അവർ താഴെത്തട്ടുള്ള ആൾക്കാരുടെ ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. CPIM എത്ര വേഗത്തിൽ ഇതിൽ നിന്നുള്ള അവരുടെ കണക്ഷനെ വിടുവിക്കും എന്നത് ഉറ്റുനോക്കണം. കാരണം പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇതിലേക്ക് വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും സമീപ ദിവസങ്ങളിലും വലിയ തോതിൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായിട്ടത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഞാനൊന്ന് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ദാമോദർ പ്രസാദ്. ഒപ്പം തന്നെ നിതിൻ കണിച്ചേരി, കോൺഗ്രസിൻ്റെ പ്രതിനിധി BR അനൂപ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്.